ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറയാമോ? ലെഡ്. ഓക്കെ, ലെഡിൻ്റെ ഒക്കെ ആയിരുന്നു അല്ലയോ? ഓക്കെ, അപ്പം നമ്മൾ നോക്കി, അതായത് കെ പി ബി അതേപോലെ തന്നെ സി എ ഇസഡ് എൻ, ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അത് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലയോ? അപ്പോൾ നമുക്കറിയാം പൊട്ടാസ്യത്തിൻ്റെത് 2881 ആണ്, ഇതിൻ്റേത് 2881 ആണ്. ഇത് നമുക്ക് പഠിക്കാനില്ല, പക്ഷേ ഇതിൻ്റെ വാലൻസി 2+ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. നിങ്ങൾ എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞേ, അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയാമോ? നിങ്ങളുടെ ഓർഡർ പറഞ്ഞോ. ദിവ്യ ആദ്യം പറ. പി ബി ആദ്യം എങ്ങനെ മനസ്സിലായി? ഞാൻ ഗസ് ചെയ്തത്. ഏതാ? കേട്ടില്ല. ഞാൻ ഗസ് ചെയ്ത്. ഗസ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം പി ബിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക? മിഷേൽ എങ്ങനെ എഴുതിയ? മിഷേൽ റിയാക്ടിവിറ്റി സീരീസ് പഠിപ്പിച്ചോ സ്കൂളിൽ? അത് നേരത്തെ പഠിപ്പിച്ചതറിയാം. ഓക്കെ, അപ്പം റിയാക്ടിവിറ്റി സീരീസ് പഠിപ്പിക്കാത്ത ഒരു സാധനം വെച്ചിട്ട് നമുക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ മിഷേലെ? ഹലോ മിഷേൽ. അതെങ്ങനെ? നമുക്ക് ഒരു സാധനം പഠിപ്പിച്ചിട്ടില്ല, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇത് പഠിക്കാനുണ്ട്, പക്ഷേ ഒരു 4ാമത്തെ ചാപ്റ്ററിനകത്ത് 5ാമത്തെ ചാപ്റ്ററിനകത്ത് പഠിപ്പിച്ച സാധനം വെച്ചിട്ടാണോ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് ഈ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്? എങ്ങനെയായിരുന്നു ഇതിൻ്റെ റീസൺ കൊടുക്കാൻ? റിയാക്ടിവിറ്റി അക്രോസ് എ പീരിയഡ് ആദ്യം ഡിക്രീസ് ചെയ്യും പിന്നെ ഇൻക്രീസ് ചെയ്യും. അപ്പം ലെഡിൻ്റെ കാര്യം എങ്ങനെ വന്നു? കാരണം ലെഡിൻ്റെ അത് നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള ഒരു സാധനം അല്ല, ആണോ മിഷേൽ? ഹലോ മിഷേലെ. അപ്പം നമുക്ക് ശരിക്കും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമോ ലോസ് ചെയ്യുമോ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പം ഇവിടത്തെ സംബന്ധിച്ച്, പൊട്ടാസ്യത്തെ സംബന്ധിച്ച് എന്താ, അതായത് 28 പൊട്ടാസ്യം സംബന്ധിച്ച് 281 ആണ്, അല്ല 2881 ആണ് പൊട്ടാസ്യത്തിൻ്റെ ഇത്. അതിനർത്ഥം എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പം ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1+ ആണെന്നർത്ഥം അല്ലേ? 1+ ആണെന്നർത്ഥം. ഇതിൻ്റെ വാലൻസി +2 ആണ്, ഇതിൻ്റെ വാലൻസിയും +2 ആണ്, ഇതിൻ്റെ വാലൻസി ഇതും +2 ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് മൂന്നും ഇത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ഇത് രണ്ടും നമ്മൾ പഠിക്കാത്തതാണ്. ഇത് 30 ആണ്. 30 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ചോണം, സിങ്ക് 4ാമത്തെ പിരീഡ് വരുന്നതുകൊണ്ട് ഇതിന് 4 ഷെല്ലുണ്ട്, ഇതിന് 2882 ഓക്കെ 4 ഷെല്ല്. ഒരു സെക്കൻഡ്. വേണ്ട, നമ്മുടെ ഈ ലെഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ലെഡ് എവിടെ കിടക്കുന്നൊരു സാധനം ഒന്നും നോക്കിയേ. ലെഡ് എവിടെ കിടക്കുന്നത്? ലെഡ് രണ്ട് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. മറ്റേ 3 ആൾക്കാരും തന്നെ ഇവിടെ കിടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇല്ലേ? അപ്പം ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും വരുന്നതെന്ന് ഉള്ളത് ഒന്ന് പറഞ്ഞേ. അതായത് ഇൻക്രീസിങ് ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള ആൾ ആരായിരിക്കും ഒന്ന് പറഞ്ഞേ. ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള ആൾ, ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള ആൾ എൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ?
അപ്പോൾ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആണ് ശരിക്കും പൊട്ടാസ്യം തന്നെ അല്ലേ? അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാൻ പറയേണ്ടത്, എഴുതാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഒന്ന് നോക്കി, ഇതിന് മൂന്നിനും 2+ ആണ് കേട്ടോ വാലൻസി. അതായത് ഈ ലെഡിനും 2+ ആണ് വാലൻസി, Pb 2+, കാൽസ്യത്തിനും 2+ ആണ് വാലൻസി, സിങ്കിനും 2+ ആണ് വാലൻസി. ഇതെല്ലാം അതായത് ഈ കാൽസ്യവും സിങ്കും പൊട്ടാസ്യവും ഇരിക്കുന്നത് എവിടെ തന്നെ? അത് എല്ലാം 4ാമത്തെ പീരീഡിലായിരിക്കുന്നത് കൊണ്ട് അവർക്ക് 3 പേർക്ക് 4 ഷെല്ല് തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ നോക്കേണ്ടത്, നോക്കിക്കോളൂ, ഇവിടെ നോക്കേണ്ടത് നമ്മൾ ഇപ്പം ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ളത് ലെഡിനായിരിക്കും, Pb. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഡൗൺ എ ഗ്രൂപ്പ് എന്താ റിയാക്ടിവിറ്റി എന്താ പഠിച്ചിട്ടുള്ളത്? ഡൗൺ എ ഗ്രൂപ്പ് റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? നോൺ മെറ്റലിൻ്റെ കേസിൽ അതോ മെറ്റലിൻ്റെ കേസിൽ? അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതി. മിഷേൽ ഈ 4 എണ്ണത്തിൻ്റെ ആൻസർ എഴുതാൻ ഉള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മതി. മിഷേൽ പറഞ്ഞു. ഇപ്പോൾ മിഷേൽ എഴുതിയിരിക്കുന്ന ഓർഡർ ഇതായിരിക്കും. Pb ഇൻക്രീസിങ് ഓർഡർ അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ഇൻക്രീസിങ് ഓർഡർ. അപ്പം Pb അടുത്തത് പിന്നെ സിങ്ക് ആയിരിക്കും എഴുതിയിരിക്കുന്നത്, അടുത്തത് പിന്നെ കാൽസ്യം ആയിരിക്കും എഴുതിയിരിക്കുന്നത്, പിന്നെ എഴുതിയിരിക്കുന്നത് പൊട്ടാസ്യം ആയിരിക്കും. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ? ചെറുതിൽ നിന്ന് വലുതിലോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ലെസ് ദാൻ സൈൻ എഴുതുക. ആണോ? ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എഴുതിയത്, ആണോ മിഷേലെ? ആണ്. ഇതിൻ്റെ റീസൺ എന്താണെന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞോ, നിന്റെ റീസൺ എന്താ? മിഷേല് പറഞ്ഞോ, മിഷേലെ. ദിവ്യ പറയാമോ? ദിവ്യ ഗസ് ചെയ്താന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം മിഷേല് റീസൺ എന്തെങ്കിലും പറഞ്ഞേ, എക്സ്പ്ലെയിൻ ചെയ്യേ. എനിക്ക് ആൻസർ വേണം, എക്സ്പ്ലെയിൻ ചെയ്തേ. പറഞ്ഞോ, നിനക്ക് ക്വസ്റ്റ്യൻ അറിയത്തില്ല, നീ അവിടെ ബ്ലാങ്ക് ആയിട്ട് വിട്ടു. ഓക്കെ, പറഞ്ഞോ ദിവ്യ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് ഓൺലൈനാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുമ്പം എനിക്ക് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ആൻസർ എനിക്ക് കിട്ടണം മസ്റ്റായിട്ടും. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ ദിവ്യക്ക്? കേൾക്കാം. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്നുള്ളൊരു ഉത്തരമാണ് എനിക്ക് വേണ്ടത്. സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ശരിയല്ല. ദിവ്യ പറഞ്ഞോ. എനിക്കറിയത്തില്ല. മിഷേൽ പറഞ്ഞോ. എനിക്കറിയില്ല. അല്ല, എങ്ങനെയാ അത് എഴുതിയെന്ന് പറഞ്ഞില്ല. അപ്പം എങ്ങനെയാ തിങ്ക് ചെയ്തേ? തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ടായിരിക്കും എഴുതിയത്, ആണോ? ഓക്കെ. അപ്പം റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള ഗെയിൻ ലോസ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പോട്ടെ, റിയാക്ടിവിറ്റി സീരീസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയണ്, നിക്കല്, ടിന്ന്, ലെഡ്. അപ്പം നോക്കിയേ, ഇതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് പൊട്ടാസ്യം, പിന്നെ സോഡിയം, പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, പിന്നെ അത് കഴിഞ്ഞ് അയണ്, അത് കഴിഞ്ഞ് നിക്കല്, അത് കഴിഞ്ഞ് ടിന്ന്, ലെഡ്. നമുക്കിതിനകത്ത് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? പൊട്ടാസ്യം തന്നിട്ടുണ്ട്, പിന്നെ ഏതാ തന്നിട്ടുള്ളത്? കാൽസ്യം തന്നിട്ടുണ്ട്, പിന്നെ ഏതാ തന്നിട്ടുള്ളത്? സിങ്ക് തന്നിട്ടുണ്ട്, പിന്നെ ഏതാ തന്നിട്ടുള്ളത്? ലെഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇത് മാത്രമല്ല കേട്ടോ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കല്, ടിന്ന്, ലെഡ്, പൊസോക്കം, അൽസിർനേറ്റില്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, അങ്ങനെ താഴോട്ട് കുറച്ച് ആൾക്കാരോട് ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം റിയാക്ടിവിറ്റീസ് ഇത്ര ഓർത്താൽ മതി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരായിരിക്കും? പൊട്ടാസ്യം ആയിരിക്കും. പിന്നീട് രണ്ടാമത് ആരാ? കാൽസ്യം വന്നു നമുക്ക് തന്നിരിക്കുന്നതിനകത്ത്. പിന്നെ സിങ്ക്, പിന്നെന്താ? ലെഡാണ്. അപ്പം ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഏത് എഴുതണം? ലെഡ് എഴുതണം. പിന്നെ രണ്ടാമത് ഏത് എഴുതണം? പിന്നെ സിങ്ക് എഴുതണം. പിന്നെ മൂന്നാമത് ഏത് എഴുതണം? കാൽസ്യം. പിന്നെ നാലാമത് ഏത് എഴുതണം?
എന്നിട്ട് ലെസ് ദാൻ സൈൻ ഇടണം. ശരിക്കും റിയാക്ടിവിറ്റി സീരീസ് നമ്മളിവിടെ പഠിച്ചിട്ടില്ല. റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. പക്ഷേ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇതിപ്പം 2881 ആണ്. ലെഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് 82 പക്ഷേ അവസാനം അത് ഇതിനകത്ത് ഷെല്ലിൻ്റെ എണ്ണം കുറേ കൂടുതലായിരിക്കും. ഇവിടെ കാൽസ്യം വരുമ്പോൾ 2882 ആണ് വരുന്നത്. സിങ്ക് വരുമ്പോൾ 30 288 8 8 16 16 18 18 26 26 2 2 ഇങ്ങനെയായിരിക്കും വരിക. അപ്പോഴും 2 തന്നെയാണ്. അപ്പം നമുക്ക് ഈ രീതിയിൽ ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആയിട്ട് എന്താ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, ഷെല്ലിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഷെല്ലിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വേറെ കുറേ ഫാക്ടേഴ്സ് കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല, ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എഴുതുന്നതായിരിക്കും കൺഫ്യൂഷൻ കുറച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതി. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ മിഷേലെ? ഉണ്ട്. അപ്പോൾ ദിവ്യ പഠിച്ചിട്ടുണ്ടോ 9ാം ക്ലാസ്സിൽ? അപ്പോൾ 9ാം ക്ലാസ്സിൽ ശരിക്കും ഉണ്ട്. അതിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് വേണമെങ്കിൽ എഴുതിയെടുത്തോണം. എന്താണെന്നറിയോ, ഇതുണ്ട്. ആദ്യം പൊട്ടാസ്യമാണ്, പൊട്ടാസ്യം, പിന്നെ സോഡിയം, പിന്നെ കാൽസ്യം. അതായത് സോഡിയം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, പിന്നെ മഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ സിങ്ക്, പിന്നെ അയണ്, പിന്നെ നിക്കല്, പിന്നെ ടിന്ന്, പിന്നെ ലെഡ്, പിന്നെ ഹൈഡ്രജൻ, പിന്നെ കോപ്പർ, പിന്നെ മെർക്കുറി, പിന്നെ സിൽവർ, പിന്നെ പ്ലാറ്റിനം, പ്ലാറ്റിനം, പിന്നെ ഗോൾഡ്. ഇത് ഓർത്തിരിക്കുക. ഞാനൊരു പാട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട്, അതിൻ്റെ സിമ്പലിൻ്റെ ലെറ്റർ അല്ല, അതിൻ്റെ പേരിൻ്റെ പോസോ കാമ അൽസി ഇർനി ടീലെ ഹൈക്കോ മേഴ്സി പ്ലാഗോ എന്ന് പറഞ്ഞൊരു പാട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? പോസോ കാമ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം. അൽസി ഇർനി അലൂമിനിയം, സിങ്ക്, അയണ്, നിക്കല്. ടീലെ ടിന്ന്, ലെഡ്. ഹൈക്കോ ഹൈഡ്രജൻ, കോപ്പർ. മേഴ്സി എന്ന് പറയുമ്പോൾ മെർക്കുറി, സിൽവർ. പ്ലാഗോ പ്ലാറ്റിനം, ഗോൾഡ്. പോസോക്കാമ അൽസി ഇർനി ടീലെ ഹൈക്കോ മേഴ്സി പ്ലാഗോ. ഓക്കെ, അപ്പം ഇത് റിയാക്ടിവിറ്റി ഓർഡറാണ്. ഇത് ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അത് വേണമെങ്കിൽ സൈഡിലോട്ടൊന്ന് എഴുതി വെച്ചേക്കണം. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. എഴുതിയോ? ഓർഡർ എഴുതിയോ? മിഷേൽ എഴുതിയോ? ഓക്കെ, നമ്മുടെ ദിവ്യ എഴുതിയോ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ലിഥിയം, പൊട്ടാസ്യം, പിന്നെ സോഡിയം, ഹൈഡ്രജൻ, ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അയണൈസേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആർക്കാ ഏറ്റവും ഡിക്രീസിങ് ഓർഡർ അല്ലേ? ഡിക്രീസിങ് ഓർഡറിലും വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പം നോക്കിയേ, അപ്പം ഏറ്റവും കൂടുതൽ ആർക്കാ? ഹൈഡ്രജനാണ്. കാരണം ഹൈഡ്രജൻ ഒറ്റ ഷെല്ലേ ഉള്ളൂ, അതിനകത്തുനിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ എന്താ നല്ല പാടാണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ. പിന്നെ ഏതാണെന്താ? പിന്നീട് ലിഥിയമാണ് അല്ലയോ? പിന്നെ 2 ഷെല്ലുള്ള ലിഥിയം, പിന്നെ 3 ഷെല്ലുള്ള സോഡിയം, പിന്നെ 4 ഷെല്ലുള്ള പൊട്ടാസ്യം. അതായത് എന്ത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിക്രീസിങ് ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതി എന്തിടണം? ഗ്രേറ്റർ ദാൻ സൈൻ എഴുതണം. ഡൗട്ടൊന്നും ഇല്ലല്ലോ. മൂന്നാമത്തേത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫ്ലോറിൻ, ബോറോൺ, നൈട്രജൻ, ഓക്സിജൻ. അതിൻ്റെ എന്താ? ഇലക്ട്രോൺ അഫിനിറ്റി. ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റി ഇതെല്ലാം ഒരേ പീരീഡിലുള്ള ആളല്ലേ? അപ്പം നമുക്കറിയാം എക്രോസ് എ പീരീഡ് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ് ഇല്ലേ? അപ്പം ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആളാരാ? ബോറോൺ. ഇത് എന്തിലാണ് എഴുതിയിരിക്കുന്നത്? ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലയോ? അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറയുമ്പോഴത്തേക്കും ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബോറോൺ. പിന്നെ അടുത്ത ആരാ? 7 നൈട്രജൻ, 8 ഓക്സിജൻ, പിന്നെ 9 ഫ്ലോറിൻ. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടായി, ഇൻക്രീസിങ് ഓർഡറായി. ഇൻക്രീസിങ് ഓർഡർ ആകുമ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്? സൈൻ എന്താ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ലെസ് ദാൻ സൈൻ എഴുതണം. ആണോ? ഇങ്ങനെയാണോ എഴുതിയേ?
ക്വസ്റ്റ്യൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണോ ഞാൻ തന്നത്? കുഞ്ഞുങ്ങളെ ഡിക്രീസിങ് ആണ്. ഏതാ? ഡിക്രീസിങ് ആ തന്നു അല്ലയോ? ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വരും? അപ്പോൾ ഇതെങ്ങനെ വരുന്നേ? ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്ലൂറിന്, പിന്നെ ഏതാ? പിന്നെ ഓക്സിജൻ, പിന്നെ നൈട്രജൻ, പിന്നെ ബോറോൺ. അത് ഗ്രേറ്റർ ദാൻ സൈൻ ഇട്ടാൽ മതി. ക്ലിയർ ആണോ? ദിവ്യ ഓക്കെ ആണോ? റിയാക്ടിവിറ്റി സീരീസ് രണ്ട് എഴുതിയെടുത്തോ. കോപ്പർ കഴിഞ്ഞ് മെർക്കുറി, പിന്നെ സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ കുഞ്ഞുങ്ങളെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Explain why ionization potential increases across a period. ദിവ്യ പറഞ്ഞോ. അക്രോസ് എ പീരീഡിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റീസൺ. നോൺ മെറ്റൽസ് ആകുമ്പോൾ അട്രാക്റ്റിംഗ്, നോൺ മെറ്റൽസ് ആകുമ്പോൾ കൂടുതൽ അട്രാക്ട് ചെയ്യും. അതല്ലല്ലോ നമ്മൾ പഠിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. അയണൈസേഷൻ പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാ? അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്. ഏതാ? അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ. ആറ്റോമിക് സൈസും കേൾക്കുന്നില്ല, ഉറക്കെ പറ. ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് അല്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത്? അക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു? ആറ്റോമിക് സൈസ് കുറയുന്നു. അപ്പം ആറ്റോമിക് സൈസ് കുറയുന്നു, പിന്നെ എന്ത് സംഭവിക്കുന്നു? ആറ്റോമിക് സൈസ് കുറയുന്നത് മാത്രമേ ഉള്ളൂ. അക്രോസ് എ പീരീഡിൽ ആറ്റോമിക് സൈസ് കുറയുന്നത് മാത്രമേ. വടി എടുക്കും ഞാൻ ആലോചന പറഞ്ഞോ. അക്രോസ് എ പീരീഡിൽ ആറ്റോമിക് സൈസ് കുറയുന്നത് മാത്രമേ ഉള്ളൂ. ദിവ്യേ? ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് നല്ലതായിട്ട് പിടിച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന എനർജി നല്ല ഹൈ എനർജി കൊടുത്താലേ അവിടുന്ന് ഇളകി വരത്തുള്ളൂ. അതാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുന്നത്. അപ്പം ആണോ മിഷേലേ? ഓക്കെ. അപ്പോൾ എഴുതേണ്ടത് അക്രോസ് എ പീരീഡ് atomic size decreases. Also nuclear charge
increases. Which will result in greater force of attraction between nucleus and valence electrons. So ionization potential or ionization enthalpy increases. Okay, അടുത്ത question. On the basis of അല്ല സോറി ഓൺ ദ ബേസിസ് അതങ്ങ് വെട്ടിയേരെ in period 3 of periodic table element B is placed to the left of element A. On the basis of this information, choose the correct word from the brackets to complete the following statement. ഒന്നാമത്തെ the element B would have ബ്രാക്കറ്റിൽ അവർ തന്നിരിക്കുന്നത് lower or higher metallic character than A, metallic character than A. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പീരീഡ് 3 ആണ്. പീരീഡ് 3 ഏതാണെന്നറിയാമല്ലോ, പീരീഡ് 3യിൽ എലമെൻറ്റ് ബി ഈസ് പ്ലേസ്ഡ് ടു ലെഫ്റ്റ് ഓഫ് എലമെൻറ്റ് എ. അപ്പം എലമെൻറ്റ് ബി എന്ന് പറയുന്നത് എയുടെ ലെഫ്റ്റിലാണ്. അപ്പോൾ ഇപ്പോൾ എ ഇതാണെങ്കിൽ ബി അതിൻ്റെ തൊട്ടിപ്പുറത്താണ്. ഇത് പീരീഡ് 3 ആണ് എന്ന് വിചാരിച്ചോ. പീരീഡ് 3യിൽ എലമെൻറ്റ് ബി ഈസ് പ്ലേസ്ഡ് ലെഫ്റ്റ് ഓഫ് എലമെൻറ്റ് എ. എലമെൻറ്റ് എ ഇവിടെ വെച്ചിരിക്കുന്നു, അതിൻ്റെ ലെഫ്റ്റിലാണ് എന്തിരിക്കുന്നത്, ബി ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദി എലമെൻറ്റ് ബി വുഡ് ഹാവ് ഹയർ ഓർ ലോവർ മെറ്റാലിക് ക്യാരക്ടർ ദാൻ എ. അതായത് മെറ്റാലിക് ക്യാരക്ടർ ബിക്ക് കൂടുതലാണോ കുറവാണോ? ഹയർ. കാരണം എന്താ? എക്രോസ് എ പീരീഡ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിയിനെക്കാട്ടിലും കുറവായിരിക്കും എക്ക്, എനേക്കാട്ടിലും കൂടുതലായിരിക്കും ബിക്ക്.
അപ്പോൾ ഇവിടെ എലമെൻറ്റ് വുഡ് ബി ഡാഷ് മെറ്റാലിക് ക്യാരക്ടർ താൻ എന്നാണ് ചോദിക്കും. അപ്പോൾ എക്കാട്ടിലും കൂടുതലാണോ കുറവാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ എക്കാട്ടിലും കൂടുതൽ. അപ്പോൾ എന്താ ഹയ്യർ. മനസ്സിലായോ? ദിവ്യയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ കുഞ്ഞിന് മനസ്സിലായോ? മിഷേല് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അടുത്ത അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് the element a would probably have lesser bracket lesser or higher electron affinity than B. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ സാധ്യത എങ്ങനെയാണെന്നറിയോ? എലമെന്റ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എലമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എലമെന്റ് ബി ഈസ് പ്ലേസ്ഡ് ലെഫ്റ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് മനസ്സിലാക്കണം. എലമെന്റ് ബി ഈസ് പ്ലേസ്ഡ് ലെഫ്റ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എയുടെ ലെഫ്റ്റ് സൈഡിൽ ബി, ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം തെറ്റിപ്പോ. ഇത് തിരിച്ചു വന്നാൽ എല്ലാം പോയില്ലേ? ഇപ്പോൾ എ ഇവിടെയും ബി ഇവിടെയും വന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പം കൃത്യമായിട്ട് നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, എലമെൻറ്റ് എ വുഡ് ബി പ്രോബബിലി ഇലക്ട്രോൺ അഫിനിറ്റി കുറവാണോ കൂടുതലാണോ? നമുക്കറിയാം ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി എന്താ ചെയ്യുന്നത്? കൂടുക ചെയ്യുന്നത്. സൈസ് കുറയും, ന്യൂക്ലിയർ ചാർജ് കൂടും, ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോൺ അഫിനിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ബിക്കാണോ എയ്ക്കാണോ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ? എയ്ക്ക്. അപ്പം ദി എലമെൻറ്റ് എ വുഡ് പ്രോബബിലി ഹാവ് ഹയർ ഓർ ലോവർ? ഹയർ. അപ്പം അതിൻ്റെ ആൻസർ ഹയർ ആണ്. അതിൻ്റെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the element A would have greater or smaller bracketൽ greater or smaller atomic size than B. അപ്പോൾ നമുക്കറിയാം ബി ഇവിടെ, എ ഇവിടെ. എലമെന്റ് എ വുഡ് ഹാവ് ഗ്രേറ്റർ ഓർ സ്മോളർ ആറ്റോമിക് സൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുവാ? കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ആറ്റോമിക് സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ബീനെക്കാട്ടിലും കുറവായിരിക്കും എക്ക്. അപ്പോൾ എലമെന്റ് എ വുഡ് ഹാവ് സ്മോളർ ആറ്റോമിക് സൈസ് ആയിരിക്കും ആൻസർ. മിഷലിന് മനസ്സിലായോ? മനസ്സിലായി. ദിവ്യയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ നമ്പർ, മാച്ച് ദ അറ്റോമിക് നമ്പർ 2, 4, 8, 15 and 19 with each of the following. Match the atomic number 2, 4, 8, 15, 19 with each of the following. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, a solid non-metal belonging to the third period.
തേർഡ് പീരീഡ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആയിരിക്കും? സോളിഡ് നോൺ മെറ്റൽ ബിലോങ്ങിങ് ടു തേർഡ് പീരീഡ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം എന്തോ, ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം ആറ്റോമിക് നമ്പർ 2 വന്നു കഴിഞ്ഞാൽ അത് ഹീലിയമാണ്. ആറ്റോമിക് നമ്പർ 4 വന്നു കഴിഞ്ഞാൽ ബെറിലിയമാണ്. ആറ്റോമിക് നമ്പർ 8 വന്നു കഴിഞ്ഞാൽ ബെറിലിയം, ബോറോൺ, കാർബൺ, ഓക്സിജനാണ് അല്ലേ. ആറ്റോമിക് നമ്പർ 15 വന്നു കഴിഞ്ഞാൽ അത് സൾഫറായി, സോറി ഫോസ്ഫറസ് ആയി. അപ്പം ഇതിപ്പോൾ നോക്കി, ഈ രണ്ട് ഇത് ഫസ്റ്റ് പീരീഡിലാണ്, ഇത് രണ്ടും സെക്കൻഡ് പീരീഡിലാണ് ആണോ, ഇത് തേർഡ് പീരീഡിലാണ്. ഓക്കെ, 19 എന്ത് തന്നെയാണ്, 19 തേർഡ് പീരീഡിലാണെന്നുള്ളത് ഇപ്പം തന്നെ മനസ്സിലാക്കി എഴുതിക്കോണം. ഇവർ ചോദിച്ചിരിക്കുന്നത് 19 ഫോർത്തില്ല, സോറി 19 ഫോർത്തിലാണ്. കാരണം പൊട്ടാസ്യം ആവുമല്ലോ, അപ്പോൾ ഫോർത്തിൽ വരും, ഫോർത്ത് പീരീഡാണ്. അപ്പോൾ നോക്കിയേ, എ സോളിഡ് നോൺ മെറ്റൽ ബിലോങ്ങിങ് ടു തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അപ്പോൾ അതേതായിരിക്കും? ഉറപ്പായിട്ടും 15 ആയിരിക്കും ഇല്ലേ. അപ്പം ഇത് 15, ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? മിഷേലിന് മനസ്സിലായോ? മനസ്സിലായി. ദിവ്യയ്ക്ക് മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ആറ്റോമിക് നമ്പർ അനുസരിച്ച് അത് ഏത് പീരീഡിലാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അടുത്ത നോക്കൂ, രണ്ടാമത്തേത് എ മെറ്റൽ ഓഫ് വാലൻസി 1. എ മെറ്റൽ ഓഫ് വാലൻസി 1 അതേതാ ഇതിനകത്ത്, ഈ തന്നിരിക്കുന്നതിനകത്ത്? ഇത് നോക്കിയടാ, ഇത് ഫസ്റ്റ്, ഇത് 2 ഉള്ളൂ. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 2, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 5, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 1. അപ്പോൾ വാലൻസി ഏതായിരിക്കും? 19. അപ്പോൾ അതിൻ്റെ ആൻസർ 19 ആണോ മിഷേലേ? കേട്ടില്ല. അതെ. അതെ. ദിവ്യ? യെസ്. ഓക്കെ. അടുത്തത് നോക്കിക്കോളൂ. എ gaseous element with valency 2. A gaseous element with valency 2. With valency 2. എന്താ? ഏതാ? ഇവിടെ ഇതിനും വാലൻസി 2 വരും, ഇതിനും വാലൻസി 2 വരും. അപ്പോൾ അതിനകത്ത് ഗേഷ്യസ് എലമെൻ്റ് ഏതാ? 2 എന്ന് പറയുമ്പോൾ ഏതാ? 2 എന്ന് പറഞ്ഞാൽ ആരാടാ? 2 ആറ്റോമിക് നമ്പർ ആരാ? ഹീലിയം. ഹീലിയം ഒരു ഗ്യാസ് ആണോ? അല്ലേ, ഗ്യാസാ. വാലൻസി എത്ര അതിൻ്റെ? അല്ല, ഹീലിയംസിൻ്റെ വാലൻസി ഓക്കെ, ഇത് ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നില്ലയോ. ഗേഷ്യസ് എലമെൻറ്റ് വിത്ത് വാലൻസി 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കെന്താ ഇത് 2, ഇത് കൊടുക്കാം. അതായത് ഹീലിയം പറ്റത്തില്ല. കാരണം എന്താ? ഹീലിയത്തിൻ്റെ വാലൻസി ഓൾറെഡി കംപ്ലീറ്റ് ആയതുകൊണ്ട് ഹീലിയം പറ്റത്തില്ല. അപ്പോൾ എന്താ? ഇതിൻ്റെ വാലൻസി 2 അല്ല കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്, സോറി. ഇതിൻ്റെ വാലൻസി 0 ആണ്. കാരണം ഇതിൻ്റെ വാലൻസി ഇല്ല, ഓൾറെഡി കംപ്ലീറ്റ് ഫീൽഡ് അല്ലേ. ഓക്കെ. പിന്നീട് വരുന്നത് നോക്കിയേ, ഇവിടെ ഓക്സിജൻ്റെ എന്ത് സംഭവിക്കുന്നത്? ഓക്സിജന് നമുക്ക് 2 6 സ്റ്റേബിൾ ആവാൻ വേണ്ടി 2 ഇലക്ട്രോണെ വാങ്ങാം അല്ലേ. അപ്പോൾ ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ എത്ര? 8. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് എലമെൻറ്റ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 2. ആൻഡ് എലമെൻറ്റ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 2 ഏതാ? എലമെൻറ്റ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 2 രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്നത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം അല്ലേ. അപ്പോൾ ബെറിലിയമാണ്. കാരണം ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് രണ്ടാമത്തെ പീരീഡിൽ ശരിക്കും ലിഥിയം കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ആര്? ബെറിലിയം. അപ്പോൾ പിന്നെ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇതെന്താ എഴുതേണ്ടത്? അറ്റോമിക് നമ്പർ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 4 അല്ലേ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ എ റെയർ ഗ്യാസ്. റെയർ ഗ്യാസ് ഏതാ? ഹീലിയം. ആകെ നമുക്കറിയാം
നൈട്രജൻ 78% ഉണ്ട്, 78 or 79%. ഓക്സിജൻ 21% ഉണ്ട്. പിന്നെ ഹൈഡ്രജൻ, ഹീലിയം, ആർഗൺ, നിയോൺ, റുട്ടൺ, ഇനി വേറെ ഏതൊക്കെ ഗ്യാസ് ആണെങ്കിലും അത് എത്രയേ ഉള്ളൂ? 0.01% മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിന് ഏറ്റവും റെയർ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഹീലിയമാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. മിഷേലിന് മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ദിവ്യയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ. Arrange the following as per the instruction given in the bracket. ഒന്നാമത്തേത് ഹീലിയം, ആർഗൺ, നിയോൺ. increasing order of number of electron shell. അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഷെല്ലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹീലിയം നോക്കുവാണെങ്കിൽ ഹീലിയത്തിന് എത്ര ഷെല്ലേ ഉള്ളൂ? ഒരു ഷെല്ല് അല്ലേ? ആർഗൺ നോക്കുവാണെങ്കിൽ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ല്. നിയോൺ നോക്കുവാണെങ്കിലോ 2 ഷെല്ല്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഷെൽ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഏത് എഴുതണം? ഹീലിയം, പിന്നെ നിയോൺ, പിന്നെ ആർഗൺ. സൈൻ ഏതാ? ലെസ് ദാൻ. അടുത്തത് നോക്കിക്കോളൂ. സോഡിയം Na, ലിഥിയം, പിന്നെ പൊട്ടാസ്യം. അത് ഇൻക്രീസിങ് അയണൈസേഷൻ എനർജി, ഇൻക്രീസിങ് അയോണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഷെല്ലിൻ്റെ എണ്ണം കൂടുതലുള്ളവർക്ക് അയണൈസേഷൻ എനർജി കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 2, 8, 1 ആണ്. ഇവിടെ 2, 1 ആണ്. ഇവിടെ 2, 8, 8, 1 ആണ് അല്ലേ? അപ്പം അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ആർക്കാ? ലിഥിയത്തിനാണ്. രണ്ടാമത് ഇവന്, മൂന്നാമത് ഇവന്. പക്ഷേ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാ? ഏറ്റവും കുറവ് പൊട്ടാസ്യം, രണ്ടാമത് സോഡിയം, മൂന്നാമത് ലിഥിയം. ഇൻക്രീസിങ് ഓർഡർ ആകുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് ലെസ് ദാൻ സൈൻ എഴുതുക. മൂന്നാമത്തേത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. ഇൻക്രീസിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇത് കാണാതെ പഠിക്കണം. ഇത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. പിന്നെ തന്നിരിക്കുന്നതിൽ ക്ലോറിനും ബ്രോമിനും. അപ്പം ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാ? ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ. ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ലെസ് ദാൻ സൈൻ എഴുതുക. ഓക്കെ. അടുത്തത് നാലാമത്തേത് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം. ഇൻക്രീസിങ് അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന് തന്നെയാണ്. അപ്പോൾ ഇൻക്രീസിങ് ഏറ്റവും കുറവ് ലിഥിയത്തിനാണ്. അപ്പം ലിഥിയം, സോഡിയം, ഇത്. അപ്പം ഇൻക്രീസിങ് ആയതുകൊണ്ട് തന്നെ ലെസ് ദാൻ. ഓൺലൈൻ ഓക്കെ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് 2 പേർക്ക്? ദിവ്യ ഓക്കെ. അടുത്തൊന്ന് നോക്കൂ.
അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എലമെൻറ്റ് വിത്ത് ദ അറ്റോമിക് നമ്പർ 19 will most likely combine chemically with the element whose atomic number is ഡാഷ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 17, ബി എന്ന് പറയുന്നത് 11, സി എന്ന് പറയുന്നത് 18, ഡി എന്ന് പറയുന്നത് 20. അതായത് ആറ്റോമിക് നമ്പർ 19 ഉള്ളത് ആറ്റോമിക് നമ്പർ ഏതുള്ളതുമായിട്ടാണ് കമ്പൈൻ ചെയ്യാൻ സാധ്യത? 11. നമുക്ക് നോക്കാം. ആറ്റോമിക് നമ്പർ 19 എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രയായിരിക്കും? 2881 ആയി അല്ലേ? അപ്പം ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിനെ മേടിക്കാൻ കഴിവുള്ളവനെ അവനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ ഒരു ഇലക്ട്രോൺ മേടിക്കാൻ കഴിവുള്ളവൻ ആരാ? 70. കാരണം 287 ആണ്. അപ്പം ഇവൻ കൊടുക്കുന്നത് ഇവൻ മേടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇവനും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? എ. കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോണം. എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. The tendency of an atom to attract sorry tendency of an atom tendency of an atom എഴുതിക്കോ. tendency of an atom to attract electrons to itself when combined in a compound is called dash. എന്താ? tendency of an atom to attract shared pair of എന്താ ഇലക്ട്രോൺ ടുവേർഡ്സ് എന്താണ് itself when combined in a compound എന്ന് പറയുമ്പോൾ എന്താ? അതിനെന്ത് പറയും ദിവ്യ? ദിവ്യ ഉണ്ടോ ഇവിടെ? ഓക്കെ, അത് തന്നെയാണോ മിഷേൽ പറഞ്ഞേ? മിഷേലേ അതെ എന്താ മോനെ? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പം ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കൊണ്ടുവെക്കാൻ, അത് നോർമലി അത് കമ്പൈൻ ചെയ്യുമ്പോൾ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. കമ്പൈൻ ചെയ്തിരിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച് ഓർക്കുന്നുണ്ടോ? സോഡിയം ഒരു ഇലക്ട്രോൺ, ക്ലോറിൻ്റെ 7 ഇലക്ട്രോൺ. ഈ 7 ഇലക്ട്രോൺ സോഡിയത്തിന് സ്റ്റേബിൾ ആണെങ്കിൽ ഒരെണ്ണം വേണം, സോഡിയത്തിന് സ്റ്റേബിൾ ആണെങ്കിൽ ഒരെണ്ണം കൊടുക്കണം, ക്ലോറിന് സ്റ്റേബിൾ ആണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ ഇവനിങ്ങോട്ട് വാങ്ങിക്കും. അപ്പം ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ബോണ്ടിനെ ഈ ക്ലോറിന് അടുത്തോട്ട് നീക്കി വെക്കും. അതിനാണ് എന്ത് പറയുന്നത്?
ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് അതിന് പറയുന്നത്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയും. പക്ഷെ കമ്പൈൻഡ് സ്റ്റേറ്റിൽ ആ 2 ഇലക്ട്രോൺ പെയറിനെയും അവൻ്റെ അടുത്തോട്ട് വെക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടോ, കമ്പൈൻഡ്, വെൻ കമ്പൈൻഡ് ഇൻ എ കോമ്പൗണ്ട്. അപ്പോൾ അതെന്താ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്. അടുത്തത് the electrons present in the outermost shell of an atom is called a dash. എന്തുവാ? വെരി ഗുഡ്. അതിൻ്റെ പേര് വാലൻസ് ഇലക്ട്രോൺസ്. എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, റീറൈറ്റ് the following sentence. By using the correct symbol. Greater than or less than in the blanks given. In the blanks given. BLAN blanks ആണ്, blanks 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 given. അതിൻ്റെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ദ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് പൊട്ടാസ്യം കെ എന്നാണ് എഴുതുന്നത് ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് സോഡിയം. എന്തുവാ? അയണൈസേഷൻ പൊട്ടൻഷ്യലാണ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ സോഡിയത്തിനാണോ പൊട്ടാസ്യത്തിനാണോ, അല്ല പൊട്ടാസ്യത്തിന് കൂടുതലാണോ കുറവാണോ എന്ന്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ സോഡിയത്തിനെക്കാട്ടിലും കുറവാണ്. കാരണം സോഡിയത്തിന് 3 ഷെല്ലേ ഉള്ളൂ, പൊട്ടാസ്യത്തിന് 4 ഷെല്ലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ അയണൈസേഷൻ കുറവ് മതി. അപ്പം എന്താണ് സൈൻ? ഏതാണ്? ലെസ് ദാൻ ആണ്. അല്ലയോ മിഷേലേ? അതെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, the electronegativity of iodine is dash that of chlorine. ഡൗൺ എ ഗ്രൂപ്പ് എന്ത് സംഭവിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആണോ? സോറി. ഓക്കെ. അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. ആണോ? നമുക്കറിയാം ഫ്ലൂറിൻ ഏറ്റവും മുകളിൽ, പിന്നെ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയോഡിൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കായിരിക്കും? ഫ്ലൂറിൻ, പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അപ്പോൾ ഇവിടെ അയോഡിൻ ഈസ് എന്താണ്? ലെസ് ദാൻ ദാറ്റ് ഓഫ് ആണോ ഗ്രേറ്റർ ദാൻ ആണോ? ലെസ് ദാൻ. അപ്പോൾ ഇതും ലെസ് ദാൻ. അടുത്ത ക്വസ്റ്റ്യൻ, if an element has a low ionization energy, then
ഇറ്റ് ഈസ് ലൈക്ക്ലി ടു ബി ഡാഷ് ബ്രാക്കറ്റിൽ മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക്. പറഞ്ഞോ. എലമെൻറ്റിന് അയണൈസേഷൻ എനർജി കുറവാണെങ്കിൽ അതർത്ഥം മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക് ആണോ? നോൺ മെറ്റാലിക് ആകുമ്പോൾ അതിനർത്ഥം എന്തുവാ? അതിൻ്റെ സൈസ് കുറവായിരിക്കും, അയണൈസേഷൻ എനർജി നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും എന്ന് അതിനർത്ഥം, ശരിയല്ലേ? അപ്പോൾ അയണൈസേഷൻ എനർജി കൂടുതൽ വേണം. മെറ്റാലിക് ആകുമ്പം സൈസ് കൂടുതലാണ്, പെട്ടെന്ന് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. അപ്പോൾ അയണൈസേഷൻ എനർജി കുറവ്. അപ്പം അയണൈസേഷൻ കുറവുള്ളത് ആർക്കാണ്? മെറ്റാലിക്കിനാണ്. അടുത്തത് നോക്കിയോ. If an element has 7 electrons in its outermost shell, then it is likely to have dash ബ്രാക്കറ്റിൽ ലാർജസ്റ്റ് സ്മോളസ്റ്റ് atomic size among all the elements of the same period. Of the same period. ഏതാ കേട്ടില്ല, നോക്കാം. അതായത് if an element has 7 electrons in its outermost shell, അപ്പോൾ 7 ഇലക്ട്രോൺസ് outermost shell is likely to have dash atomic size among all the elements of the same period. 7 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുക. അപ്പോൾ outermost shell ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് അട്രാക്ഷൻ കൂടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈസ് കുറയും, ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ അവിടെ സൈസ് എന്തായിരിക്കും? സ്മോളസ്റ്റ്. ക്ലിയർ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ക്ലിയർ ആണോ? Clear, sir. ബാക്കി നമുക്കൊരു 4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുള്ളൂ. 4 എന്ന് പറയുമ്പോൾ 4 പാർട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ 4 പാർട്ടും ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പോവാം. അപ്പോൾ ഈ 4 പാർട്ടും ഹോംവർക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കത് എന്ത് ചെയ്യണം, അയച്ച് തരിക കേട്ടോ. അപ്പം ഇത്രയും നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ് 4 പാർട്ട്. നോക്കട്ടെ, 4 29 30 അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. അപ്പം ഞാനത് ഇപ്പം ഞാൻ ഗ്രൂപ്പിലോട്ട് ഇടാം ആ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ചെയ്യുക. 4 പാർട്ട് കൂടെ ഉള്ളൂ. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്നല്ല, ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള മോഡലെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്കെന്താ ഇത് പഠിച്ചിട്ട് നമുക്കൊരു ടെസ്റ്റ് പോലെയാണ്. ആ ടെസ്റ്റിന് ഞാൻ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്, എന്നാലും നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താം. 4 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ അയച്ചു തരും, ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം. അത് നിങ്ങൾ ചെയ്തിട്ട് അടുത്ത ക്ലാസ് എന്നാണോ ഞാൻ പറയുന്നത് അതിന്